പ്രിയങ്ങളെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് അമരപ്പയറും ചക്കക്കുരുവും കൊണ്ട് ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണയൊക്കെ തോരൻ വയ്ക്കുമ്പോൾ എല്ലാത്തിൻ്റെ കൂടെ നമ്മൾ സവാള സാധാരണ ചേർക്കുമല്ലോ അല്ലേ. അതിനായിട്ട് നമ്മൾ തേങ്ങയും 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇത് ചക്കക്കുരു അമരപ്പയറും സവാളയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്തോട്ട് വെക്കണം. അതിനകത്തോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. പിന്നെ കടുവറുത്ത് ഇട്ടതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചേക്കുന്ന അമരപ്പയറും ചക്കക്കുരുവും സവാളയും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ അടച്ചു വെക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ ചക്കക്കുരുവിൻ്റെ ഈ പുറത്തെ അത് ചുരണ്ടി കളയത്തില്ല കേട്ടോ. അപ്പം ഡോക്ടർമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ചക്കക്കുരുവിൻ്റെ അത് അങ്ങനെ അതാണ് സത്യം പറഞ്ഞാൽ ചക്കക്കുരുവിൻ്റെ ആ ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ചെല്ലണമെന്ന് പറയുന്നത്. അപ്പോൾ ദഹനത്തിനായാലും പ്രതിരോധശേഷി കൂട്ടുന്നതിനായാലും ഒക്കെ അത് നല്ലതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചുരണ്ടി കളയാറില്ല കേട്ടോ. ആദ്യമൊക്കെ അറിയില്ലായിരുന്നു. അപ്പം ഞാൻ നന്നായിട്ട് അത് ചുരണ്ടി വെളുപ്പിച്ചൊക്കെയായിരുന്നു ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ചുരണ്ടി കളയാറില്ല കേട്ടോ. അപ്പം തൊലി മാത്രം ജസ്റ്റ് കളഞ്ഞ് ഇങ്ങനെ തന്നെ എടുത്ത് അരിഞ്ഞിട്ട് തോരനൊക്കെ വെക്കുമ്പോഴായാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അരിഞ്ഞിടുന്നത്. അതിനുശേഷം നമ്മൾ പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് ഇളക്കി നന്നായിട്ട് അടച്ച് വെക്കണം കേട്ടോ. നിങ്ങൾ അമരപ്പയറും ചക്കക്കുരുവിടെ തോരൻ വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വെച്ച് നോക്കണം കേട്ടോ, നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ വെക്കാറുണ്ട്. നമുക്ക് ചക്കക്കുരു എപ്പോഴും കിട്ടാറില്ല, പക്ഷെ കിട്ടുന്ന സമയങ്ങളിൽ പിന്നെ ഞാനിങ്ങനെ അമരപ്പയറും ചക്കക്കുരുവും കൂടെ വെക്കും കേട്ടോ. നല്ലതാണ്, നമ്മുടെ ശരീരത്തിനും ദോഷം ചെയ്യുന്ന ഒന്നുമല്ല കേട്ടോ. പിന്നെ ഒരു ജാറിലോട്ട് ആദ്യം വെളുത്തുള്ളി, പിന്നെ എടുത്ത് വെച്ചേക്കുന്ന കുറച്ച് ജീരകവും, പിന്നെ ആവശ്യത്തിന് തേങ്ങയും, പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടല്ല തോരന് ചതക്കില്ല കേട്ടോ. നമ്മൾ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. സാധാ തോരന് ചതയ്ക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്ത് അതിലോട്ടിട്ട് ഇളക്കി അടച്ച് വെക്കണം കേട്ടോ. പിന്നെ ഇത് വേവാനെ കൊണ്ട് ചക്കക്കുരുവൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഇച്ചിരി വേഗം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ തോനെ എണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ വെള്ളം ശകലം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത് വെന്ത് കിട്ടും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേവത്തില്ല, അടിയിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ശകലം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പാണ്ട തോരനിലോട്ട് ഇടുവാണേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെക്കണം കേട്ടോ. കുറച്ച് നേരം വെച്ചേക്കണേ. അരപ്പൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കാനെ കൊണ്ട് പിന്നെ നമ്മൾ ഇച്ചിരി നേരം അടച്ച് വെക്കണം. കണ്ടോ, ഇപ്പം നമ്മൾ തോരനാണ്ട് റെഡി ആയിട്ട് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ. വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ